ഹലോ എവരിവൺ. പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഈ വീഡിയോയിലൂടെ പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത 11 പച്ചക്കറികൾ പരിചയപ്പെടാം. കപ്പ ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കരുത്. കപ്പയിൽ സയനൈഡ് കോമ്പൗണ്ട്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത്തരം സയനൈഡ് കോമ്പൗണ്ട്സ് ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായി ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 വെജിറ്റബിൾസ് ആണ് ക്യാപ്സിക്കവും ക്യാബേജും. ക്യാബേജും ക്യാപ്സിക്കത്തിലും ടേപ്പ് വോം എന്ന വിഭാഗത്തിൽപ്പെട്ട വിര കണ്ടുവരാറുണ്ട്. വിരയും വിരയുടെ മുട്ടയും കണ്ടുവരാറുണ്ട്. ഈ ടേപ്പ് വോം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ തലച്ചോറിനെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. ക്യാബേജ് ഒക്കെ മാക്സിമം നല്ല വൃത്തിയിൽ കഴുകി ഓരോ ഇലയും മാറ്റി കഴുകി അതിൽ ടേപ്പ് വോം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ക്യാബേജിലും ഇത്തരം ടേപ്പ് വോം ഉണ്ട് എന്നല്ല പറയുന്നത്. എങ്കിലും ഏതെങ്കിലും കാരണവശാൽ ടേപ്പ് വോം ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. ബീട്രൂട്ട് കഴിവതും പച്ചയ്ക്ക് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചില സ്ഥലത്തൊക്കെ വൃത്തിഹീനമായ സ്ഥലത്തൊക്കെയാണ് ഈ ബീട്രൂട്ട് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൽ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ചില സ്റ്റഡീസിലൊക്കെ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഈ ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ഓക്സലേറ്റ്സ് നമ്മുടെ കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്ത് കാൽഷ്യം ഓക്സലേറ്റ് ആയി മാറുകയും അങ്ങനെ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. മാത്രമല്ല, ഈ കാൽഷ്യം ഓക്സലേറ്റ്സ് പിന്നീട് കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. വല്ലപ്പോഴും ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കുന്നതല്ല പറയുന്നത്. റെഗുലർ ആയിട്ട് പച്ചയ്ക്ക് ഹൈ എമൗണ്ടിൽ ബീട്രൂട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അത് മാറ്റി വെച്ച് മാക്സിമം വേവിച്ചിട്ട് ബീട്രൂട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതാണ് റെഡ് കിഡ്നി ബീൻസ്. റെഡ് കിഡ്നി ബീൻസ് പച്ചയ്ക്ക് കഴിക്കരുത്. അതിൽ ലെക്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്സിക് കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നി ബീൻസ് ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ടിങ്ങും വോമിറ്റിംഗ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത ഒരു ഇലയാണ് ചേമ്പിന്റെ ഇല. ചേമ്പിന്റെ ഇല പച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്യുക പോലും ചെയ്യരുത്. കാരണം അതിലും ധാരാളം പല രീതിയിലുള്ള പാരസൈറ്റ്സും അതിന്റെ ഓവയൊക്കെ വളരുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് ചേമ്പില കഴിച്ചു നോക്കരുത്. വഴുതനങ്ങയും പച്ചയ്ക്ക് കഴിക്കരുത്. വഴുതനങ്ങയിൽ സൊളാനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്സിക് കോമ്പൗണ്ട് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതും പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. മാത്രമല്ല, വഴുതനങ്ങയിൽ കൂടുതലായിട്ട് പലതരത്തിലുള്ള വേംസും വളരാനുള്ള ചാൻസും കൂടുതലാണ്. എപ്പോൾ വഴുതനങ്ങ വാങ്ങിയാലും അതിൽ പുഴു കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ പല രീതിയിലുള്ള വേംസ് വളരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്മ്യൂണിറ്റീസും വഴുതനങ്ങ കഴിക്കുക പോലും ചെയ്യാറില്ല. നിങ്ങൾ വഴുതന കഴിക്കുന്ന ആളാണെങ്കിൽ റെഗുലർ ആയിട്ട് അത് കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പച്ചക്കറി അതിന്റെ സ്വാഭാവികമായ ടേസ്റ്റിൽ നിന്ന് മാറി കയ്പുള്ള രസമുള്ള പച്ചക്കറിയായി മാറുന്നുണ്ടെങ്കിൽ അത് കഴിക്കാതിരിക്കുക. കാരണം പച്ചക്കറിക്ക് കയ്പ് രസം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിൽ ടോക്സിസിറ്റി ഉണ്ടെന്നാണ്. പൊതുവെയുള്ള പാവയ്ക്ക, കയ്പ ഇതിനെയല്ല പറയുന്നത്. അല്ലാത്ത കയ്പ്, പൊതുവെ കയ്പ് രസം ഇല്ലാത്ത പച്ചക്കറിക്ക് കയ്പ് രസം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കണം. ഉരുളക്കിഴങ്ങ് ഒരിക്കലും പച്ചയ്ക്ക് കഴിക്കരുത്. മാത്രമല്ല, ഉരുളക്കിഴങ്ങിന്റെ മുകളിലായിട്ട് പച്ച കളർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മുളച്ചതോ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തിട്ട് പോലും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉരുളക്കിഴങ്ങിൽ സൊളാനിൻ എന്ന ടോക്സിക് കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ടും ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്ത ഒരു വെജിറ്റബിൾ ആണ് ബാംബൂ ഷൂട്ട്സ്. ബാംബൂ ഷൂട്ട്സും പച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നെക്സ്റ്റ് വെജിറ്റബിൾ ആണ് ചീര. ചീര പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അതിൽ ഓക്സലേറ്റ് എന്ന കോമ്പൗണ്ട് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്ന സമയത്ത് ഈ ഓക്സലേറ്റ് കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സലേറ്റ് ആയി മാറുകയും അങ്ങനെ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.